ഫെബ്രുവരി 1 ബഡ്ജറ്റിലേക്ക്, ഇന്ത്യൻ ബഡ്ജറ്റിലേക്ക് ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി. നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ ഒരുപാട് നിർണായകമായ തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് പുതിയൊരു ഗവൺമെന്റിന്റെ ആദ്യ ബഡ്ജറ്റ്, ഫുൾ ബഡ്ജറ്റ് എന്ന നിലയിൽ ഒരുപാട് നിർണായക തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഞാൻ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന ഒരു പ്രധാന പ്രതീക്ഷ ഇൻഡോ അമേരിക്കൻ ട്രേഡിൽ വരാൻ സാധ്യതയുള്ള മാറ്റം മറിച്ചിലുകളും പൊളിച്ചെടുത്തുകളുമാണ്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ വ്യക്തമായി പറഞ്ഞു വെച്ചു, ചൈന, ഇന്ത്യ, ബ്രസീൽ എന്നീ രാജ്യങ്ങൾ വലിയ തോതിലാണ് അമേരിക്കയ്ക്ക് അലോസരം സൃഷ്ടിക്കുന്നത്. അതിലൊന്ന്, അവർ അമേരിക്കൻ ഡോളർ അധിഷ്ഠിത വ്യാപാരത്തിൽ നിന്നും, അവരുൾപ്പെടുന്ന ബ്രിക്സ് എന്ന സംഘടന, അതിൽ നിന്നും പിന്നാക്കം പോയി ബ്രിക്സിന് വേണ്ടി ഒരു കറൻസി അല്ലെങ്കിൽ മറ്റൊരു ഇൻഡിവിജ്വൽ കറൻസികളുടെ അടിസ്ഥാനത്തിൽ ഉഭയകക്ഷി വ്യാപാരം നടത്താം എന്ന ധാരണയിലാണ്. അങ്ങനെ മുന്നോട്ട് പോയാൽ കർശനമായ ഇറക്കുമതി തീരുവ, അമേരിക്കക്കാരെ വിളിക്കുന്നത് ടാരിഫ് അല്ലെ, ഇമ്പോർട്ട് ഡ്യൂട്ടീസ്, നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി എന്നും അവർ ടാരിഫ് എന്നും വിളിക്കുന്ന നികുതി ചുമത്തും എന്ന ഭീഷണിയുണ്ട്. അപ്പൊ ഇതില് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വെള്ളിടി വെട്ടിയതുപോലായി. ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക വലിയ തീരുവ ചുമത്തിയാൽ ഇന്ത്യക്കുള്ള നല്ല ഒരു എക്സ്പോർട്ട് മാർക്കറ്റാണ് ഭാഗികമായെങ്കിലും ബുദ്ധിമുട്ടിലാകുന്നത്, കുറേയൊക്കെ നഷ്ടപ്പെടാൻ പോകുന്നത്. ഇന്ത്യ കച്ചവടം ചെയ്യുന്ന, ട്രേഡ് നടത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുന്തിയ സ്ഥാനമുള്ള 10 രാജ്യങ്ങളെ എടുത്താൽ അതിൽ അമേരിക്കയും ചൈനയും ഒക്കെ വരും. അതിൽ 9 രാജ്യങ്ങളുമായും നമുക്ക് ട്രേഡ് ഡെഫിസിറ്റ് ആണ്. ഒരു രാജ്യവുമായി മാത്രമേ നമുക്ക് ട്രേഡ് സർപ്ലസ് ഉള്ളൂ, അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുമായിട്ടാണ്. നമുക്ക് വാർഷിക അടിസ്ഥാനത്തിൽ $119 ബില്യൺ വാർഷിക ഇൻഡോ US ട്രേഡാണ്. കയറ്റുമതിയും ഇറക്കുമതിയും ചേർന്നുള്ള ഫിഗറാണ് $119 ബില്യൺ. അവിടെ $35 ബില്യൺ ട്രേഡ് സർപ്ലസ്, വ്യാപാര മിച്ചം നമുക്കുണ്ട്. അത് വലിയൊരു നേട്ടമാണ്. അമേരിക്കയുമായുള്ള കച്ചവടത്തിൽ നമുക്കൊരു വ്യാപാര മിച്ചം എന്ന് പറയുന്നത് വലിയ നേട്ടമാണ്. നമ്മുടെ കോട്ടൺ ഉൽപ്പന്നങ്ങൾ, നമ്മുടെ ടെക്സ്റ്റൈൽസ്, അതുപോലെ ഒരുപാട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ, പിന്നെ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ കാര്യങ്ങൾ ഉൾപ്പെടെ, സേവനം ഉൾപ്പെടെ കയറ്റുമതി ചെയ്യുന്ന രാജ്യമെന്ന നിലയിൽ അമേരിക്ക നല്ലൊരു വിപണിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. തിരിച്ച് അമേരിക്കയും ഇന്ത്യയെ ഒരു വിപണിയായി കാണുന്നു. പക്ഷെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാര്യങ്ങൾക്ക് വലിയ വിലയാണ്. വിലയാകാനുള്ള കാരണം ആ സാധനങ്ങൾക്ക് വിലയായതുകൊണ്ടല്ല, മറിച്ച് ഇവിടെ എത്തുമ്പോൾ ചില ഉൽപ്പന്നങ്ങൾക്ക് 100% അതിലധികവും ഇറക്കുമതി തീരുവ ചുമത്തുന്ന ഒരു നയമാണ് ഭാരതം അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഹാർലി ഡേവിഡ്സൺ ബൈക്ക്, നമുക്കറിയാം യുവാക്കളുടെ ഹരമാണ്. നല്ല പുള്ളിംഗ് കപ്പാസിറ്റിയുള്ള, എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ഹാർലി ഡേവിഡ്സൺ ബൈക്ക്. അത് മാത്രമല്ല, അമേരിക്കയുടെ ഓട്ടോമൊബൈൽസ്, ഏതെങ്കിലും കാറുകളാകട്ടെ, ബൈക്കുകളാകട്ടെ, മറ്റുൽപ്പന്നങ്ങളാകട്ടെ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളാകട്ടെ, ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ഫിനിഷ് ഗുഡ്സിന് വലിയ നികുതിയാണ്, കസ്റ്റംസ് തീരുവയാണ് ഇന്ത്യ ചുമത്തുന്നത്. അത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടലി അൺഅക്സെപ്റ്റബിൾ ആണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് തത്തുല്യമായ രീതിയിൽ വലിയ തോതിൽ നികുതി ചുമത്തിയാൽ ഇന്ത്യൻ ഗുഡ്സ് ബിക്കം ലെസ് അട്രാക്റ്റീവ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ആ മാർക്കറ്റ് നമുക്ക് പൂർണ്ണമായും നഷ്ടപ്പെടും. നമുക്ക് സമുദ്രോൽപ്പന്ന കയറ്റുമതിയുണ്ട്, സുഗന്ധദ്രവ്യ കയറ്റുമതിയുണ്ട്, ഒരുപാട് ഐറ്റംസിന്റെ കയറ്റുമതിയുണ്ട്. ഇതെല്ലാം തന്നെ അട്ടിമറിക്കപ്പെടുന്ന, അവതാളത്തിലാകുന്ന ഒരു അന്തരീക്ഷം ഭാരതം പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ബഡ്ജറ്റിൽ 2 രീതിയിൽ അതിനെ കാണാം. ഒന്ന്, ഈ അമേരിക്ക നികുതി ചുമത്തുകയാണ്, നമ്മൾ അതിനേക്കാളും നികുതി ചുമത്തിക്കൊണ്ട് നമുക്ക് തിരിച്ചടിക്കാം, റിറ്റാലിയേറ്ററി ടാരിഫ് എന്ന് പറയും. പക്ഷെ അതിനുള്ള ആരോഗ്യം നമുക്കില്ല. കാരണം നമുക്ക് ഓൾറെഡി ട്രേഡ് സർപ്ലസ് ഉണ്ട്, നമുക്ക് വലിയ തോതിൽ വിദേശ നാണ്യ ശേഖരം ആവശ്യവുമാണ്. അതാണ് ഒരു കാര്യം. അപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഈ ട്രേഡ് ഡെഫിസിറ്റ് പരമാവധി കുറച്ചു കൊണ്ടുവരിക. ട്രംപിനെ അലോസരപ്പെടുത്തുന്നത് അമേരിക്കയ്ക്ക് അനുകൂലമല്ലാത്ത, പ്രതികൂലമായി നിൽക്കുന്ന ട്രേഡ് ബാലൻസ് ആണ്. ഇന്ത്യക്ക് അനുകൂലവും അമേരിക്കയ്ക്ക് പ്രതികൂലവുമാകുന്ന ട്രേഡ് ഡിസ്പാരിറ്റിയാണ്. അത് ബ്രിഡ്ജ് ചെയ്ത് കൊണ്ടുവരാൻ അമേരിക്കയുടെ പുതിയ എനർജി പോളിസി സഹായിക്കും. നമ്മളിപ്പോൾ എണ്ണ വാങ്ങുന്നതിന്റെ സിംഹഭാഗവും റഷ്യയിൽ നിന്നും ഒപെക് രാജ്യങ്ങളിൽ നിന്നുമാണ് വാങ്ങുന്നത്. കൂടുതലും റഷ്യയിൽ നിന്നാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ചെറിയ തോതിലെങ്കിലും കുറയ്ക്കാൻ സാധിച്ചാൽ അമേരിക്കയുടെ ഹൈഡ്രോ കാർബൺ ഓപ്പൺ ആക്കുകയാണ്.
ഡ്രിൽ ബേബി ഡ്രിൽ, ഇതാണ് ട്രംപിന്റെ മുദ്രാവാക്യം. അങ്ങനെ കുഴിച്ചെടുക്കുന്ന ഓയിൽ, ഷെയിലാകട്ടെ, പെട്രോളിയം ആകട്ടെ, നാച്ചുറൽ ഗ്യാസ് ആകട്ടെ, ഇന്ത്യക്ക് വാങ്ങാൻ സാധിച്ചാൽ, വലിയ തോതിൽ ഇപ്പോഴും വാങ്ങുന്നുണ്ട്, പക്ഷേ ഏറ്റവും വലിയ ഓയിൽ ഇമ്പോർട്ട് അമേരിക്കയിൽ നിന്നല്ല, റഷ്യയിൽ നിന്നാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ആ സ്ഥാനം ലഭിക്കുമോ എന്നതാണ് ട്രംപിന്റെ ആത്യന്തികമായ നോട്ടം. അതുകൂടെയൊക്കെ വകവെച്ച് കൊടുക്കണം. ഏതായാലും എണ്ണ വാങ്ങേണ്ടി വരും, റഷ്യയിൽ നിന്നല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും. അപ്പം അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ അങ്ങനെ അമേരിക്കയെ പ്രീതിപ്പെടുത്തി നിർത്തുക, അത് ന്യായമായ റേറ്റിൽ, നെഗോഷിയേറ്റഡ് സെറ്റിൽമെന്റ് ആണ് വേണ്ടത്, അല്ലാതെ ലോക വിപണികളിലുള്ള ഒരു റേറ്റ് എന്നുള്ളതല്ല. അമേരിക്കയുമായി പ്രത്യേക രീതിയിൽ ടാരിഫ് ചുമത്തി അത് ചെയ്താൽ നന്നായിരിക്കും എന്നൊരു ചിന്ത നമ്മുടെ മന്ത്രാലയങ്ങൾക്കുള്ളിലുണ്ട്. അതൊരു കാര്യം. രണ്ട്, ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ നികുതി നന്നായി വെട്ടിക്കുറച്ചുകൊണ്ട് അമേരിക്കയെ കൂടെ നിർത്തുക എന്ന ഒരു ആത്യന്തിക നയവും ഇന്ത്യയുടെ ബഡ്ജറ്റിന്റെ പണിപ്പുരയിൽ, അകത്തളങ്ങളിൽ മുഴങ്ങി കേൾക്കുന്നു. നിർമ്മല സീതാരാമൻ 1-ാം തീയതി ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വിദേശത്തു നിന്നും, പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന, പ്രധാനമായും അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെ തെരഞ്ഞുപിടിച്ച് അതിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കുകയാണെങ്കിൽ കണിശമായി നമുക്ക് പറയാം ട്രംപിന്റെ വിരട്ട് കുറയൊക്കെ ഏറ്റിരിക്കുന്നു. പക്ഷേ ഉർവശി ശാപം ഉപകാരം എന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കാനും ഇന്ത്യയുടെ ഊർജ ആവശ്യത്തിന് ഒരു കൈ സഹായമാകുമെങ്കിൽ അത് നല്ലത്. അതോടൊപ്പം തന്നെ അമേരിക്ക ഡിസ്കാർഡ് ചെയ്യുന്ന നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ഉണ്ട്. അത് ന്യൂക്ലിയർ ആകാം, മറ്റ് പല കാറ്റിൽ നിന്ന്, തിരമാലയിൽ നിന്നും ഒക്കെ വൈദ്യുതി, സോളാർ പാനലുകളാകാം. ഇതൊക്കെ വലിയ തോതിൽ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാം. അമേരിക്ക ആ ഒരു ഗ്രീൻ എനർജി പോളിസിയിൽ നിന്നും പിന്നാക്കം പോയിരിക്കുന്നു. പക്ഷേ ഇന്ത്യക്ക് അങ്ങനെ പിന്നാക്കം പോകാനാവില്ല. അപ്പൊ അമേരിക്ക ഡിസ്കാർഡ് ചെയ്യുന്ന പല ഗ്രീൻ എനർജി പ്രോഡക്റ്റുകളും വാങ്ങിയെടുക്കാൻ, കുറച്ചൊക്കെ ലാഭകരമായി വാങ്ങിയെടുക്കാൻ സാധിക്കുമോ എന്നതും ഇന്ത്യയുടെ തന്ത്രപരമായ അന്വേഷണങ്ങളിൽ പെടുന്ന കാര്യമാണ്. അപ്പൊ എങ്ങനെയാണെങ്കിലും കമന്ന് വീണാൽ കാൽപ്പണം കൊണ്ട് പൊങ്ങുന്ന ട്രംപിനോട് അതേ നാണയത്തിൽ തന്നെ കമന്ന് വീണാൽ കാൽപ്പണം കൊണ്ട് പൊങ്ങാൻ ഇന്ത്യക്കും കഴിയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെയും സമ്പദ് വ്യവസ്ഥയ്ക്ക് അതൊരു കൈത്താങ്ങലാകും. അതുകൊണ്ട് ബഡ്ജറ്റിനായി നമുക്ക് കാത്തിരിക്കാം.